നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യഹെസ്കേൽ പ്രവചനം 31 അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. 11 ആണ്ട് 3 മാസം 1 തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോനോടും അവന്റെ പുരുഷാരത്തോടും പറയേണ്ടത്, നിന്റെ മഹത്വത്തിൽ നീ ആർക്ക് സമൻ? അശൂർ ലെബാനോനിൽ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും പൊക്കത്തിലുള്ള വളർച്ചയോടും കൂടിയ ഒരു ദേവദാരുവായിരുന്നുവല്ലോ. അതിന്റെ തുഞ്ചം മേഘങ്ങളോട് എത്തിയിരുന്നു. വെള്ളം അതിനെ വളർത്തി ആഴി അതിനെ ഉയരുമാറാക്കി. അതിന്റെ നദികൾ തോട്ടത്തെ ചുറ്റി ഒഴുകി. അത് തന്റെ ഒഴുക്കുകളെ വയലിലെ സകല വൃക്ഷങ്ങളുടെയും അടുക്കിലേക്ക് അയച്ചു കൊടുത്തു. അതുകൊണ്ട് അത് വളർന്ന് വയലിലെ സകല വൃക്ഷങ്ങളെക്കാളും പൊങ്ങി. അത് വെള്ളത്തിന്റെ പെരുപ്പം കൊണ്ട് പടർന്ന് തന്റെ കൊമ്പുകളെ പെരുക്കി ചില്ലകളെ നീട്ടി. അതിന്റെ ചില്ലകളിൽ ആകാശത്തിലെ പറവ ഒക്കെയും കൂടുണ്ടാക്കി. അതിന്റെ കൊമ്പുകളുടെ കീഴെ കാട്ടുമൃഗങ്ങളൊക്കെയും പെറ്റുകിടന്നു. അതിന്റെ തണലിൽ വലിയ ജാതികളൊക്കെയും പാർത്തു. അങ്ങനെ അതിന്റെ വേര് വളരെ വെള്ളത്തിനരികെ ആയിരുന്നു. അതുകൊണ്ട് അത് വലുതായി കൊമ്പുകളെ നീട്ടി ശോഭിച്ചിരുന്നു. ദൈവത്തിന്റെ തോട്ടത്തിലെ ദേവദാരുക്കൾക്ക് അതിനെ മറപ്പാൻ കഴിഞ്ഞില്ല. ചരളവൃക്ഷങ്ങൾ അതിന്റെ കൊമ്പുകളോട് തുല്യമായിരുന്നില്ല. അരിഞ്ഞിൽ വൃക്ഷങ്ങൾ അതിന്റെ ചില്ലകളോട് ഒത്തിരുന്നില്ല. ദൈവത്തിന്റെ തോട്ടത്തിലെ ഒരു വൃക്ഷവും ഭംഗിയിൽ അതിനോട് സമമായിരുന്നതുമില്ല. കൊമ്പുകളുടെ പെരുപ്പം കൊണ്ട് ഞാൻ അതിന് ഭംഗി വരുത്തിയതിനാൽ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലെ സകല വൃക്ഷങ്ങളും അതിനോട് അസൂയപ്പെട്ടു. അതുകൊണ്ട് യഹോവ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അത് വളർന്നു പൊങ്ങി തുഞ്ചം മേഘങ്ങളോളം നീട്ടി അതിന്റെ ഹൃദയം തന്റെ വളർച്ചയിങ്കൽ ഗർവിച്ചു പോയതുകൊണ്ട് ഞാൻ അതിനെ ജാതികളിൽ ബലവാനായവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അതിനോട് ഇടപെടും. അതിന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനെ തളർത്തിക്കളഞ്ഞിരിക്കുന്നു. ജാതികളിൽ ഉഗ്രന്മാരായ ജാതിക്കാർ അതിനെ വെട്ടിത്തള്ളിയിട്ട് അതിന്റെ കൊമ്പുകൾ മലകളിൽ എല്ലാ താഴ്വരകളിലും വീണു. അതിന്റെ ശാഖകൾ ദേശത്തിലെ എല്ലാ തോടുകളുടെയും അരികത്ത് ഒടിഞ്ഞ് കിടക്കുന്നു. ഭൂമിയിലെ സകല ജാതികളും അതിന്റെ തണല് വിട്ടിറങ്ങി അതിനെ ഉപേക്ഷിച്ചുപോയി. വീണുകിടക്കുന്ന അതിന്റെ തടിമേൽ ആകാശത്തിലെ പറവയൊക്കെയും പാർക്കും. അതിന്റെ കൊമ്പുകളുടെ ഇടയിലേക്ക് കാട്ടുമൃഗങ്ങളൊക്കെയും വരും. വെള്ളത്തിനരികെയുള്ള സകല വൃക്ഷങ്ങളും ഉയരം ഹേതുവായി ഗർവിക്കുകയോ തുഞ്ചം മേഘങ്ങളോളം നീട്ടുകയോ വെള്ളം കുടിക്കുന്നവരായ അവരുടെ സകല ബലശാലികളും തങ്ങളുടെ ഉയർച്ചയിങ്കൽ നിഗളിച്ച് നിൽക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ അവരൊക്കെയും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ ഭൂമിയുടെ അധോഭാഗത്ത് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. യഹോവ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഞാനൊരു വിലാപം കഴിപ്പിച്ചു. അതിനുവേണ്ടി ആഴത്തെ മൂടി പെരുവെള്ളം കെട്ടിനിൽപ്പാൻ തക്കവണ്ണം അതിന്റെ നദികളെ തടുത്തു. അത് നിമിത്തം ഞാൻ ലെബാനോനെ കറുപ്പ് ഉടുപ്പിച്ചു. കാട്ടിലെ സകല വൃക്ഷങ്ങളും അത് നിമിത്തം ക്ഷീണിച്ചുപോയി. ഞാൻ അതിനെ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഞാൻ ജാതികളെ നടുങ്ങുമാറാക്കി. ഏദനിലെ സകല വൃക്ഷങ്ങളും ലെബാനോനിലെ ശ്രേഷ്ഠവും ഉത്തമവുമായ വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു. അവയും അതിനോട് കൂടെ വാളാൽ നിഹതന്മാരായവരുടെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങിപ്പോയി. അതിന്റെ തുണയായി അതിന്റെ നിഴലിൽ ജാതികളുടെ മധ്യേ പാർത്തവർ തന്നെ. അങ്ങനെ നീ മഹത്വത്തിലും വലിപ്പത്തിലും ഏദനിലെ വൃക്ഷങ്ങളിൽ ഏതിനോട് തുല്യമാകുന്നു. എന്നാൽ നീ ഏദനിലെ വൃക്ഷങ്ങളോട് കൂടെ ഭൂമിയുടെ അധോഭാഗത്ത് ഇറങ്ങി പോകേണ്ടി വരും. വാളാൽ നിഹതന്മാരായവരോടുകൂടെ നീ അഗ്രചർമ്മികളുടെ ഇടയിൽ കിടക്കും. അത് ഫറവോനും അവന്റെ സകല പുരുഷാരവും തന്നെ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ബാബേൽ പ്രവാസത്തിന്റെ 11 ആണ്ട് 1 മാസം 7 തീയതിയിലെ പ്രവചനം കൊണ്ട് കുലുക്കമുണ്ടാകാതിരുന്ന മിസ്രയീമ്യർക്ക്
വീണ്ടും 3-ാം മാസം 1-ാം തീയതി ദൈവം വലിയ സന്ദേശം നൽകുന്നതാണ് 31-ാം അധ്യായം. മിസ്രൈമിന് തുല്യം പ്രബലമായിരുന്ന അശൂർ സാമ്രാജ്യം ദൈവനിഷേധം മൂലം തകർന്നുപോയി. അശൂരിനെ ആകാശത്തോളം ഉയരമുള്ളതും ചില്ലകൾ നീട്ടിയതും കൊമ്പുകളിൽ പക്ഷികളും കീഴെ തണലിൽ മൃഗങ്ങളും പാർത്തിരുന്ന വൃക്ഷത്തോടാണ് ഉപമിച്ചിരുന്നത്. ഏദനിലെ ഉയരമുള്ള വൃക്ഷങ്ങൾക്ക് അസൂയ തോന്നുന്ന വളർച്ചയായിരുന്നു അശൂരിൻ്റേത്. ഏദനിൽ വൻമരങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് 9-18 വാക്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. മിസ്രൈമിന് തുല്യം നിഗളിച്ചതിനാൽ അശൂർ തകർന്നുപോയി. മിസ്രൈമും തകരുവാനുള്ള നാൾ അടുത്തു എന്നായിരുന്നു ആവർത്തിച്ചുള്ള പ്രവചനങ്ങൾ. ശക്തിയുള്ള ഒരു രാജാവിനെ ദൈവം പറഞ്ഞയച്ച് മിസ്രൈം എന്ന വൃക്ഷത്തെ ദുഷ്ടത നിമിത്തം വെട്ടിക്കളയും എന്ന് പറഞ്ഞ് ഈ അധ്യായം അവസാനിക്കുന്നു. ബാബേൽ രാജാവ് വന്ന് മിസ്രൈമിനെ തകർത്ത് തരിപ്പണമാക്കും എന്നായിരുന്നു പ്രവചനം. പക്ഷേ മിസ്രൈം ഇത് അറിഞ്ഞു. ഇങ്ങനൊരു പ്രവചനം ഉണ്ടായിരിക്കുന്ന കാര്യം അറിഞ്ഞു. അവരെ അറിയിച്ചു. പക്ഷെ ഒരു മാറ്റവും മിസ്രൈമ്യർക്കുണ്ടായില്ല. അവർ പിന്നെയും വിഗ്രഹാരാധന തുടർന്നു. അതായിരുന്നു അവരുടെ അധപ്പതനത്തിന്, ന്യായവിധിക്ക് കാരണം. പ്രിയപ്പെട്ടവരെ, കർത്താവിന് സുവിശേഷം ദൈവം അറിയിക്കാത്ത ഒരു ജനപദവുമില്ല. ടിവിയിലൂടെ, അതുപോലെ റേഡിയോയിലൂടെ, വാർത്താമാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ, ലഘുലേഖകളിലൂടെ, അതുപോലെ പ്രസംഗങ്ങളിലൂടെ, കൺവെൻഷനുകളിലൂടെ എല്ലാം യേശുവിന്റെ സുവിശേഷം സകല ജനപദങ്ങളെ ദൈവം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് അറിഞ്ഞിട്ടും യേശു വെള്ളത്തിന്റെ മീതെ നടന്നു, കാറ്റിനെയും കടലിനെയും ശാസിച്ചു, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. യേശു താൻ തന്നെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ വീണ്ടും വരവിന്റെ അടയാളങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആളുകള് കേട്ടിട്ടും കണ്ടിട്ടും പിന്നെയും തങ്ങളുടെ അബദ്ധധാരണകളിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് നൽകിയ ആ വിഗ്രഹാരാധനയിൽ അവര് രമിച്ച് രസിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും സത്യദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താതെ ഈ മിഥ്യാമൂർത്തികളുടെ പിന്നാലെ പോയിട്ടുള്ള ആളുകളെ ദൈവം ശിക്ഷിക്കും. ബൈബിളിലെ 10 കൽപ്പനയിൽ 1-ാമത്തെ കൽപ്പന, അന്യദൈവം നിനക്കുണ്ടാകരുത്, ഞാനാണ് നിന്റെ ദൈവം എന്നാണ്. അതുകൊണ്ട് ആ യഹോവയായ യേശുവിനെ സ്നേഹിപ്പാൻ എല്ലാവർക്കും ദൈവം ഭാഗ്യം നൽകട്ടെ. കർത്താവിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.